ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് ആവേശം പകരുന്ന മത്സരങ്ങളാണ് അടുത്ത മാസങ്ങളിൽ വരാനിരിക്കുന്നത്. വമ്പൻ ടീമുകൾക്കെതിരായ മത്സരങ്ങൾ കേവലം സൗഹൃദ മത്സരങ്ങളായി മാത്രം കാണാനാകില്ല. ഇന്ത്യൻ ഫുട്ബോളിന്റെ നിലവാരം ഉയർത്താനുള്ള വലിയൊരു പരീക്ഷണം കൂടിയാണ് വരാനിരിക്കുന്നത്. ബ്രസീലിന് പിന്നാലെയാണ് പാനമ, യുറോഗ്വേ ടീമുകളും ഇന്ത്യയിലേക്ക് സൗഹൃദ മത്സരത്തിനെത്തുമെന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ സ്ഥിരീകരിക്കുന്നത്. അന്താരാഷ്ട്ര ടൂർണമെന്റ് ഒഴിവാക്കിയ തീരുമാനത്തിന് മുൻ താരങ്ങളടക്കം രംഗത്തെത്തിയിട്ടും ഫിഫ വിൻഡോയിൽ പരമാവധി ടീമിനെ എത്തിക്കുകയായിരുന്നു AIFFന്റെ ലക്ഷ്യം. സെപ്റ്റംബർ 26-ന് ബംഗളൂരുവിലാണ് പനാമയ്ക്കെതിരായ ഇന്ത്യയുടെ ആദ്യ മത്സരം. പിന്നാലെ ഒക്ടോബർ 3-ന് കൊൽക്കത്തയിൽ 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ ഇന്ത്യ നേരിടും. 3 ദിവസത്തിനു ശേഷം ഒക്ടോബർ 6-ന് അതേ വേദിയിൽ 2 തവണ ലോകകപ്പ് നേടിയ യുറോഗ്വേയും ഇന്ത്യയുടെ എതിരാളികളാകും. കേവലം 10 ദിവസത്തിനിടവേളയിൽ 3 ലോകോത്തര ടീമുകളുമായാണ് ഇന്ത്യ മാറ്റൊരുക്കുക. ലോകോത്തര ടീമുകൾക്കെതിരെ കളിച്ചതുകൊണ്ട് മാത്രം ഇന്ത്യൻ ഫുട്ബോളിന് വളർച്ചയുണ്ടാവില്ലെങ്കിലും ഇത്തരം മത്സരങ്ങളിലൂടെ ടീമിന്റെ പോരായ്മകൾ വ്യക്തമാകുമെന്നാണ് വിലയിരുത്തൽ. മികച്ച സൗകര്യങ്ങളോടെ മത്സരം സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ കൂടുതൽ ടീമുകൾ ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് AIFFന്റെ കണക്കുകൂട്ടൽ. ഇതിലൂടെ ഇന്ത്യൻ താരങ്ങൾക്ക് മികച്ച മത്സരങ്ങൾക്കുള്ള വഴിയൊരുക്കുകയാണ് ലക്ഷ്യം. പന്തിന്റെ വേഗത, പ്രസ്സിംഗ്, പാസിംഗ്, ഫിസിക്കൽ കരുത്ത് തുടങ്ങിയ ലോകോത്തര നിലവാരവുമായി താരതമ്യം ചെയ്യാൻ ഇന്ത്യൻ താരങ്ങൾക്ക് അവസരം ലഭിക്കും. ഇന്ത്യൻ യുവതാരങ്ങളെ സംബന്ധിച്ച് സമ്മർദ്ദത്തിൽ കളിക്കാനുള്ള അവസരവും ലോകോത്തര താരങ്ങളുടെ വേഗതയും നീക്കങ്ങളും മനസ്സിലാക്കുന്നതിലൂടെ ഭാവിയിൽ ആത്മവിശ്വാസം ഉയർത്താനും സൗഹൃദ മത്സരങ്ങൾ ഉപകാരപ്പെടും. ഫുട്ബോളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും വികസനങ്ങൾക്കും പ്രാധാന്യം നൽകാതെ പണം ചെലവഴിക്കുന്നതിനെതിരെ ബെയ്ജിംഗ് ബൂട്ടി അടക്കമുള്ള താരങ്ങൾ രംഗത്തെത്തിയിരുന്നു. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.